നമ്മുടെ പല്ലിലേക്ക് എപ്പോഴും ഒരു ബ്ലാക്ക് സ്റ്റെയിൻസ് പോലെ വരുന്നു. സ്ഥിരമായിട്ട് പല്ല് ക്ലീൻ ചെയ്തതിനു ശേഷവും വീണ്ടും ഇതേപോലത്തെ ബ്ലാക്ക് സ്റ്റെയിൻസ് വരുന്നു. ഇതിനൊരു റീസൺ ഉണ്ട്. ഇത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ മെയിൻ റീസൺ ക്രോമോജനിക് ബാക്ടീരിയ ആണ്. ഈ ക്രോമോജനിക് ബാക്ടീരിയ നമ്മുടെ സലൈവിലുള്ള അയൺ കണ്ടൻസും കൂടെ ചേർന്ന് കഴിയുമ്പോഴാണ് ഈ കാണുന്ന ബ്ലാക്ക് സ്റ്റെയിൻസ് പോലെ വരുന്നത്. ഇത് സ്ഥിരമായിട്ട് പേഷ്യൻസിന് വരും. നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിരമായിട്ട് വരും. ഇതിനകത്ത് ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റെഗുലർ ആയിട്ട് പ്രോപ്പറായിട്ട് ഓറൽ ഹൈജീൻ മെയിൻറ്റെയിൻ ചെയ്യുക. നമുക്ക് 6 മാസം കൂടുമ്പോൾ നല്ലവണ്ണം പല്ല് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കുക. അതിൻ്റെ കൂടത്തിൽ നല്ലവണ്ണം പല്ലിനെ പോളിഷ് ചെയ്ത് വെക്കുക. അപ്പോൾ മെയിനായിട്ട് ഈ 2 റീസൺസ് നമ്മൾ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു പരിധി വരെ ഈ ക്രോമോജനിക് ബാക്ടീരിയ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇങ്ങനെ ക്രോമോജനിക് ബാക്ടീരിയ കൂടുതലുള്ള ആൾക്കാർ അല്ലെങ്കിൽ ഒരുപാട് പല്ല് ഇങ്ങനെ സ്ഥിരമായിട്ട് സ്റ്റെയിൻ ആവുന്ന ആൾക്കാരുണ്ടെന്നുണ്ടെങ്കിൽ നിർബന്ധമായും 6 മന്ത്സ് കൂടുമ്പോൾ ക്ലീൻ ചെയ്യുക. ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് എന്താണ് റീസൺസ് എന്നുള്ളത് കറക്റ്റായിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇതേപോലത്തെ ടിപ്സ് ആൻഡ് ട്രിക്സിനായിട്ട് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ വേണ്ടി മറക്കരുത്.